നമസ്കാരം. കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലെയും പ്രസിഡന്റുമാർ അവരുടെ ഭരണകാലയളവിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളും ഭാവി പദ്ധതികളും കേരള വിഷൻ ന്യൂസ് അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ എന്റെ പഞ്ചായത്തിലൂടെ പങ്കുവയ്ക്കുകയാണ്. ഇന്നത്തെ അതിഥിയായി നമ്മളോടൊപ്പം ഉള്ളത് കൊല്ലം ജില്ലയിലെ ചിറക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജില TR ആണ്. എല്ലാവർക്കും എന്റെ പഞ്ചായത്തിലേക്ക് സ്വാഗതം. എന്റെ പഞ്ചായത്ത് ഇന്ന് പോകുന്നത് കൊല്ലം ജില്ലയിലെ ചിറക്കര ഗ്രാമപഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളിലേക്കാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് സജില TR ഉണ്ട്. നമസ്കാരം ശ്രീമതി സജില. നമസ്കാരം. കാർഷിക മേഖലയാണ് ചിറക്കര ഗ്രാമപഞ്ചായത്ത്. ക്ഷീരകർഷകർ കൂടുതലായുള്ള പഞ്ചായത്താണ്. അതുകൊണ്ട് തന്നെ കാർഷിക മേഖലയ്ക്ക് പ്രത്യേകം ഊന്നൽ നൽകുന്ന വികസന പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് നടത്തിവരുന്നത്. കാർഷിക രംഗത്ത് എന്താണ് പ്രധാനമായും കൃഷി ചെയ്യുന്നത്? വികസന പ്രവർത്തനങ്ങളെ എങ്ങനെയാണ് വിലയിരുത്താനാവുക? നമ്മുടെ ചിറക്കര പഞ്ചായത്ത് കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ക്ഷീര കർഷകരും അതേപോലെ കർഷകരും ഉള്ള പഞ്ചായത്താണ്. തികച്ചും ഗ്രാമപ്രദേശമാണ്. അപ്പൊ തീർച്ചയായിട്ടും അവർക്ക് ഊന്നൽ നൽകിക്കൊണ്ടുള്ള പദ്ധതികളാണ് നമ്മുടെ പഞ്ചായത്ത് തയ്യാറാക്കിയിട്ടുള്ളത്. ഈ വർഷം നമുക്ക് കൃഷിഭവനുമായി ബന്ധപ്പെട്ടുള്ള പ്രോജക്റ്റുകൾ എന്ന് പറയാനായിട്ട് നമ്മുടെ ഇടവിള കിറ്റ്, അതായത് നമ്മുടെ ചിറക്കര പഞ്ചായത്തിൽ കൃഷി ചെയ്യുന്ന കർഷകരിൽ നിന്ന് തന്നെ വിത്തുകൾ ശേഖരിച്ചുകൊണ്ട് അവർക്ക് തന്നെ അത് കൈമാറ്റം ചെയ്യുന്ന രീതിയാണ് ഇടവിള കിറ്റ് എന്ന പ്രോജക്റ്റ് വഴി ഞങ്ങൾ നടപ്പിലാക്കുന്നത്. അതേപോലെ പച്ചക്കറി തൈ വിതരണം, നല്ല ഹൈബ്രിഡ് തൈകൾ നമ്മുടെ വാർഡുകളിൽ നമ്മുടെ ഗുണഭോക്താക്കളിൽ എത്തിച്ച് ഓണത്തോടനുബന്ധിച്ച് നമുക്ക് വിളവെടുക്കുന്ന രീതിയിലേക്ക് തന്നെ അതിന്റെ കാര്യങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. അതേപോലെ NRGSന്റെ പ്രവർത്തനം നമ്മുടെ കൃഷിയുമായി ബന്ധപ്പെട്ട് തരിശു കിടക്കുന്ന ഭൂമികൾ ഏറ്റെടുത്തുകൊണ്ട് കൃഷി ചെയ്യുന്ന രീതിയിലേക്കാണ് നമ്മുടെ NRGSന്റെ പ്രവർത്തനം ക്രമീകരിച്ചിരിക്കുന്നത്. നമുക്ക് ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷം നമ്മുടെ ചാത്തന്നൂർ SN കോളേജിൽ ഏക്കർ കണക്കിന് ഭൂമി, ഏകദേശം 2.5 ഏക്കറോളം ഭൂമി തരിശു കിടന്ന് നമുക്ക് കൃഷി ചെയ്യാൻ കഴിഞ്ഞു. വളരെ നല്ല രീതിയിലുള്ള വിളവെടുപ്പ് നടത്താൻ കഴിഞ്ഞു. നമ്മുടെ MLA ആയിരുന്നു അതിന്റെ വിളവെടുപ്പ് ഉദ്ഘാടനം. അതേപോലെ തന്നെ നമ്മുടെ ട്രസ്റ്റ് സ്കൂൾ, അവിടെയും തരിശു കിടന്ന ഭൂമി NRGS പ്രവർത്തകരെ കൊണ്ട് ഏറ്റെടുപ്പിച്ച് നമുക്ക് കൃഷി ചെയ്യാൻ കഴിഞ്ഞു. അങ്ങനെയുള്ള നല്ല പ്രവർത്തനങ്ങളാണ് നമ്മുടെ പഞ്ചായത്തിൽ നടന്നു വരുന്നത്. ക്ഷീരകർഷകരുടെ ആനുകൂല്യങ്ങളെല്ലാം അതിൻ്റെതായ സമയങ്ങളിൽ തന്നെ അവരുടെ കൈകളിൽ എത്തത്തക്കവണ്ണം ഞങ്ങൾ വിതരണം ചെയ്ത് കാര്യങ്ങൾ നടത്തി പോകുന്നുണ്ട്. ഇത് നമ്മുടെ SN കോളേജിൽ കൃഷി ചെയ്ത കൃഷിയുടെ സ്ഥലങ്ങളാണ് ഈ നമ്മുടെ പിക്ചറിൽ കാണുന്നത്. അങ്ങനെ നല്ല രീതിയിലുള്ള, അതേപോലെ തന്നെ നമുക്ക് കോളച്ചറ പാടം, പുഞ്ച കൃഷിയുമായി ബന്ധപ്പെട്ട് പുഞ്ചപ്പാടം നമുക്കുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് കഴിഞ്ഞ വർഷം പമ്പിംഗ് സബ്സിഡി നേടിയെടുക്കുന്നതിനുള്ള സർക്കാർ ഓർഡർ നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞു. അത് ഈ ഭരണസമിതിയുടെ നേട്ടമാണ്. അപ്പോൾ കാലാകാലങ്ങളായിട്ട് ഇനി ഏത് ഭരണസമിതി ഭരിച്ചാലും ഏലാ സമിതിക്ക് പമ്പിംഗ് സബ്സിഡി ആലപ്പുഴ പുഞ്ച സ്പെഷ്യൽ ഓഫീസുമായി ബന്ധപ്പെട്ട് സമയബന്ധിതമായി അവർക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. അത് ഈ ഭരണസമിതിയുടെ പ്രത്യേകമായ ഒരു നേട്ടമാണ്. ഇങ്ങനെയുള്ള വിവിധങ്ങളായ പ്രവർത്തനങ്ങളാണ് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കൃഷിയുമായി ബന്ധപ്പെട്ട് നടന്നു വരുന്നത്. തീർച്ചയായിട്ടും കാർഷിക മേഖലയ്ക്ക് പ്രത്യേകം ഊന്നൽ നൽകുന്ന വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് ചിറക്കര ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. കാർഷിക മേഖല ആയതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള വന്യജീവി ആക്രമണങ്ങൾ നേരിടുന്നുണ്ടോ? ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിലൊക്കെ ഗ്രാമപഞ്ചായത്തിന്റെ ഒരു ഇടപെടൽ എങ്ങനെയാണ്? അങ്ങനെയുള്ള വിഷയങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് മറ്റുള്ള പഞ്ചായത്തുകളെ പോലെ തന്നെയാണ് നമുക്ക് ഇപ്പോൾ ഉള്ള വിഷയം എന്ന് വെച്ചാൽ പന്നിയുടെ ശല്യം വളരെ രൂക്ഷമായ ഒരു സാഹചര്യത്തിലാണ് ഇന്ന് നമ്മൾ മുന്നോട്ട് പോകുന്നത് ഈ പഞ്ചായത്തും. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ഈ വർഷം അതിന് ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്നും അതിന് വേണ്ടുന്ന ഫണ്ട് നമ്മൾ പ്രോജക്റ്റായി തന്നെ വെച്ചിട്ടുണ്ട്. അതിന് നേരിടുന്നതിന് വേണ്ടിയും അതിന്റെ പ്രവർത്തനങ്ങൾ ക്രോഡീകരിക്കുന്നതിനുമായിട്ട് നമ്മൾ ഫണ്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അതൊരു വിഷയം തന്നെയാണ് എല്ലാ പഞ്ചായത്തുകളെ പോലെയും നമുക്കും. തീർച്ചയായിട്ടും ചിറക്കര ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്ത ഗ്രാമപഞ്ചായത്താണ്. എങ്ങനെയാണ് മാലിന്യ സംസ്കരണ പദ്ധതികളൊക്കെ ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കുന്നത്? ഹരിതകർമ്മ സേനാംഗങ്ങൾ, MCS സംവിധാനങ്ങളൊക്കെ എത്രത്തോളം വിപുലീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം ഈ ഭരണസമിതി വന്നതിന് ശേഷമാണ് നമ്മൾ അതിന്റെ അംഗങ്ങളെ എടുക്കുന്നതും അതിന്റെ പ്രവർത്തനം ക്രോഡീകരിക്കുന്നതും. തീർച്ചയായിട്ടും നമ്മൾ ഇന്ന് അഭിമാനകരമായ ഒരു നേട്ടത്തിലാണ് നിൽക്കുന്നത്. നമുക്ക് അഗ്ലോമറേഷൻ ഫണ്ട് കോർപ്പറേഷനിൽ നിന്ന് നമുക്ക് അഗ്ലോമറേഷൻ ഫണ്ട് അനുവദിച്ച് കിട്ടുകയുണ്ടായി. 50 ലക്ഷം രൂപയാണ് കിട്ടിയത്. അത് ഈ ഭരണസമിതിയുടെ സമയത്ത് നമ്മൾ അത് ടെൻഡറാക്കി അതിന്റെ കെട്ടിടം ഉദ്ഘാടനം നമുക്ക് 14-ാം തീയതിയാണ് നമ്മുടെ MLA ആണ് ഉദ്ഘാടനം.
അപ്പൊ തീർച്ചയായിട്ടും ഈ ഹരിതകർമ്മസേനയുടെ എല്ലാ പ്രവർത്തനങ്ങളും അവിടെ ക്രോഡീകരിച്ചുകൊണ്ട് അതിന്റെ മെഷീനറീസ് ഒക്കെ സ്ഥാപിച്ചുകൊണ്ട് നമുക്ക് ആ കാര്യങ്ങൾ ക്രമീകരിക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ 14-ാം തീയതി അവരുടെ യൂണിഫോം വിതരണം, അതേപോലെ അവരുടെ ഐഡന്റി കാർഡ് വിതരണം, അങ്ങനെയുള്ള വിവിധങ്ങളായ പരിപാടികളോടുകൂടിയാണ് നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനത്തിന് സംഘടിപ്പിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും മാലിന്യ സംസ്കരണ രംഗത്തടക്കം നിരവധി വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് ചിറക്കര ഗ്രാമപഞ്ചായത്ത് നടത്തിവരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത് ആരോഗ്യ മേഖലയാണ്. മഴക്കാലമായതുകൊണ്ട് തന്നെ നിരവധി ജന്തുജന്യ രോഗങ്ങളും പകർച്ചവ്യാധികളും ഒക്കെ പിടിപെടുന്ന ഒരു കാലമാണ്. എങ്ങനെയാണ് കുടുംബാരോഗ്യ കേന്ദ്രങ്ങളുടെ പ്രവർത്തനമൊക്കെ ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കുന്നത്? അതും ഈ ഭരണസമിതി വന്നതിന് ശേഷം നമ്മുടെ MLA ഫണ്ടിൽ നിന്നും 1,40,00,000 രൂപ ചെലവഴിച്ച് നമുക്കൊരു ആരോഗ്യ കേന്ദ്രം എല്ലാ സജ്ജീകരണങ്ങളോടും കൂടി ക്രമീകരിക്കാൻ കഴിഞ്ഞു. ഈ ഭരണസമിതിയുടെ ആദ്യ സമയങ്ങളിലായിരുന്നു അതിന്റെ ഉദ്ഘാടനം. ഇപ്പോൾ അവിടെ നമുക്ക് ലാബ് സൗകര്യം, 2 ഡോക്ടർമാരുടെ സേവനം എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് അതിന്റെ കാര്യങ്ങൾ നന്നായി തന്നെ നമുക്ക് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ട്. 4 സബ് സെന്ററുകളാണ് അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത്. ഈ വിവിധ വാർഡുകളിലായിട്ട് അവയുടെ എല്ലാ പ്രവർത്തനങ്ങളും നന്നായി കൊണ്ടുപോകുന്നുണ്ട്. ലാബ് സൗകര്യം ഉൾപ്പെടെ അവിടെ ഉള്ളത് കൊണ്ട് നമ്മുടെ പഞ്ചായത്തിലുള്ള സാധാരണക്കാരായ ജനങ്ങൾക്ക് അവിടെ വന്ന് അവരുടെ എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ച് പോകുന്നതിനുള്ള എല്ലാ സജ്ജീകരണവും ഇന്ന് നമ്മുടെ PHSCയിൽ ലഭ്യമാണ്. തീർച്ചയായിട്ടും പഞ്ചായത്തിൽ 16 വാർഡുകളാണുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വീട് എന്ന് പറയുന്നത്. ലൈഫ് ഭവന പദ്ധതി എത്രത്തോളം ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? ലൈഫ് ഭവന പദ്ധതി പ്രകാരം നമുക്ക് ഏകദേശം ഇപ്പൊ നമുക്ക് PMAYയുടെ ലിസ്റ്റിലാണ് കുറെ പേർക്ക് നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ ലൈഫിന്റെ പ്രവർത്തനവും നടന്നു വരുന്നു. നമുക്ക് നേരത്തെ ഉള്ള ലിസ്റ്റിൻ പ്രകാരം അതിൽ ആർക്കാണോ അനുവദിക്കുന്നത് അവരെ പരിഗണിച്ചുകൊണ്ട് ഓൺലൈൻ ലിസ്റ്റാണ്. അതേ രീതിയിൽ തന്നെ ലൈഫിന്റെയും PMAYയുടെയും പ്രവർത്തനം നടന്നു പോകുന്നുണ്ട്. തീർച്ചയായിട്ടും ആരോഗ്യരംഗത്തും മാലിന്യ സംസ്കരണ രംഗത്തടക്കം മാതൃകാപരമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് ചിറക്കര ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. ടൂറിസത്തിന് അനന്ത സാധ്യതയുള്ള ഒരു ഗ്രാമപഞ്ചായത്താണോ ചിറക്കര ഗ്രാമപഞ്ചായത്ത്? തീർച്ചയായിട്ടും നമ്മുടെ മാലാക്കായൽ നെടുങ്ങോലം ടൂറിസവുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിദേശികൾ വന്ന് അവിടുത്തെ ഭംഗിയൊക്കെ ആസ്വദിച്ചു പോകുന്ന ഒരു സമയമാണിപ്പോൾ. ഹയാക്കിംഗ് പോലുള്ള കാര്യങ്ങളെല്ലാം അവിടെ നടന്നു വരുന്നു. അതിന്റെ പിക്ചർ ഇതിൽ വീഡിയോയിൽ കാണിക്കുകയുണ്ടായി. തീർച്ചയായിട്ടും പ്രകൃതി രമണീയമായ ഒരു പഞ്ചായത്താണ്. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ ടൂറിസവുമായി ബന്ധപ്പെട്ട് നമ്മുടെ പഞ്ചായത്തിന് എങ്ങനെ വരുമാനം ഉണ്ടാക്കിയെടുക്കാം എന്ന് നമ്മൾ ഭരണസമിതി ആലോചിക്കുകയും അതുമായി ബന്ധപ്പെട്ട് 10 സെന്റോളം ഭൂമി പുറമ്പോക്ക് വസ്തു നമ്മൾ അളന്ന് തിരിച്ച് നമ്മുടെ സർക്കാരിലേക്ക് കൊടുത്തിട്ടുണ്ട്. ലീസിന് വിട്ട് കിട്ടുന്നതിന് വേണ്ടിയാണ് നമ്മൾ അതിന്റെ റിപ്പോർട്ടുകളെല്ലാം തയ്യാറാക്കി നമ്മുടെ റവന്യൂ മന്ത്രിയുടെ ഓഫീസിലാണ് അതിന്റെ ഫയല്. 2 ദിവസം മുമ്പ് അതിന്റെ കാര്യങ്ങളുമായിട്ട് നമ്മൾ പോയിരുന്നു. തീർച്ചയായിട്ടും അത് ലീസിന് വിട്ട് കിട്ടുന്നതോടുകൂടി നമ്മുടേതായ രീതിയിൽ നമ്മുടെ പഞ്ചായത്തിന് തനത് വരുമാനം ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെ നമുക്ക് ആ പ്രവർത്തനം നമ്മുടേതായ രീതിയിൽ പഞ്ചായത്തിന്റെ വരുമാനത്തിൽ നിന്ന് ചെയ്യണമെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അവിടെ നമ്മുടേതായ വസ്തു വേണം. അപ്പൊ അതിന്റെ പ്രവർത്തനങ്ങൾ ഞങ്ങൾ ക്രോഡീകരിച്ചിട്ടുണ്ട്. അത് വിട്ടുകിട്ടുന്ന മുറയ്ക്ക് വരും സമയങ്ങളിൽ ടൂറിസവുമായി ബന്ധപ്പെട്ട് നമുക്ക് നമ്മുടെ പഞ്ചായത്തിന് വരുമാനം ഉണ്ടാക്കുന്ന രീതിയിൽ കൂടി കാര്യങ്ങൾ ക്രമീകരിക്കാൻ കഴിയും. തീർച്ചയായിട്ടും വളരെയധികം ടൂറിസം സാധ്യതയുള്ള ഒരു പ്രദേശമാണ് ചിറക്കര ഗ്രാമപഞ്ചായത്ത്. അതുകൊണ്ട് തന്നെ ടൂറിസം സാധ്യതകളൊക്കെ പ്രയോജനപ്പെടുത്തിയിട്ടുള്ള മാതൃകാപരമായിട്ടുള്ള പദ്ധതികൾ തന്നെയാണ് ചിറക്കര ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. വയോജനങ്ങൾക്ക് ഭിന്നശേഷിക്കാർക്ക് നിരവധി ക്ഷേമ വികസന പ്രവർത്തനങ്ങൾ ചിറക്കര ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കുന്നുണ്ടല്ലോ. എന്തൊക്കെയാണ് വയോജനങ്ങൾക്കുള്ള വികസന പ്രവർത്തനങ്ങളെ വിലയിരുത്താനാവുക? വയോജനങ്ങൾക്ക് നമുക്ക് പകൽ വീട് പ്രവർത്തിക്കുന്നു. 14 അമ്മമാരാണ് നിലവിൽ ഇപ്പോൾ അവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ ഒരു വാഹന സൗകര്യം കൂടെ നമുക്ക് ഏർപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ 16 വാർഡിനും ഉപയോഗപ്പെടുത്തുന്ന രീതിയിൽ അവിടെയുള്ള അമ്മമാരെ കൊണ്ടുവരികയും പകൽ സമയങ്ങളിൽ അവരുടെ ആഹാരം അതേപോലെ തന്നെ അവരുടെ വിനോദം ഒക്കെ അവിടെ ഏർപ്പാട് ചെയ്തുകൊണ്ട് വൈകിട്ട് അവരെ വീടുകളിൽ കൊണ്ടെത്തുന്ന രീതിയിലാണ് കാര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. അതേപോലെ ബഡ് സ്കൂൾ ഭിന്നശേഷി കുട്ടികൾക്കായിട്ട് 24ഓളം കുട്ടികളാണ് നമ്മുടെ ബഡ് സ്കൂളിൽ നിന്ന് വന്നു പോകുന്നത്. വാഹന സൗകര്യം ഉൾപ്പെടെ ഏർപ്പെടുത്തിക്കൊണ്ട് രാവിലെ അവരെ വീടുകളിൽ പോയി കൊണ്ടുവരികയും വൈകിട്ട് അവരെ തിരികെ കൊണ്ടാക്കുന്ന ഒരു പ്രവർത്തനമാണ് ബഡ് സ്കൂൾ വഴി നടക്കുന്നത്. പിന്നെ നമ്മളെ ഭിന്നശേഷി കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പ് എല്ലാം അതാത് വർഷം അതിൻ്റെതായ രീതിയിൽ നല്ല രീതിയിൽ ഏകദേശം 11 ലക്ഷം രൂപയോളമാണ് നമ്മുടെ ബഡ് സ്കൂളിന് വേണ്ടി നമ്മൾ നമ്മുടെ ഫണ്ടിൽ നിന്ന് മാറ്റിവെച്ച് അതിന്റെ പ്രവർത്തനങ്ങൾ ക്രോഡീകരിക്കുന്നത്. തീർച്ചയായിട്ടും വയോജനങ്ങൾക്കും ഭിന്നശേഷിക്കാർക്കും അവരുടെ ഉന്നമനത്തിന് വേണ്ടി വിവിധ ക്ഷേമ വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് ചിറക്കര ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. ഗ്രാമീണ റോഡുകൾ, വഴിവിളക്ക് സംവിധാനങ്ങളൊക്കെ എത്രത്തോളം നവീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? ഗ്രാമീണ റോഡുകൾ നമുക്ക് മെയിൻ്റനൻസ് ഫണ്ട് വെച്ചിട്ട്
കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയുന്നുണ്ട്. പിന്നെ NRGSന്റെ പ്രവർത്തനവും കൂടി ക്രോഡീകരിച്ച് അതിന്റെ റോഡുകളും ചെയ്തു പോകുന്നുണ്ട്. എല്ലാ വാർഡുകളിലും 16 വാർഡുകളിലും കിട്ടുന്ന ഫണ്ട് അതാത് വാർഡുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു വാർഡിനും പ്രത്യേകമായി വ്യത്യാസമില്ല. പിന്നെ എന്തെങ്കിലും സാഹചര്യത്തിൽ മോശപ്പെട്ട് കിടക്കുന്ന റോഡുകൾ വാർഡിൽ ഉണ്ടെങ്കിൽ അതിനെ പഞ്ചായത്ത് ഭരണസമിതി പരിഗണിച്ചുകൊണ്ട് ആ രീതിയിലും കാര്യങ്ങൾ ക്രമീകരിക്കാറുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ വഴിവിളക്കുമായി ബന്ധപ്പെട്ടും നമുക്ക് അതിന്റെ പ്രവർത്തനങ്ങൾ നന്നായി തന്നെ നടന്നു വരുന്നു. എല്ലാ കാര്യങ്ങളും നന്നായി തന്നെ പോകുന്നുണ്ട്. തീർച്ചയായിട്ടും ഒറ്റക്കെട്ടായുള്ള മാതൃകാപരമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് ചിറക്കര ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. കാർഷിക മേഖലയാണ്. കാർഷിക മേഖലയ്ക്ക് പ്രത്യേകം ഊന്നൽ നൽകുന്ന വികസന പദ്ധതികൾ തന്നെയാണ് ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. സ്ത്രീ ശാക്തീകരണ രംഗത്ത് സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി എന്തൊക്കെ വികസന പദ്ധതികളാണ് ഗ്രാമപഞ്ചായത്ത് തയ്യാറാക്കിയിട്ടുള്ളത്? സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി നമ്മുടെ കുടുംബശ്രീ വഴി എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ പഞ്ചായത്ത് ഭരണസമിതി കൂടി ചേർന്ന് നിന്നുകൊണ്ട് കാര്യങ്ങൾ ക്രോഡീകരിച്ച് നടത്തുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് നമുക്ക് കുടുംബശ്രീയുടെ പ്രവർത്തനം നന്നായി നടന്നു പോകുന്നു. ജെൻഡർ നല്ല രീതിയിൽ നമ്മുടെ കുടുംബശ്രീ വഴി പ്രവർത്തിക്കുന്നുണ്ട്. എന്ത് വിഷയങ്ങൾ നമ്മുടെ സ്ത്രീകൾക്ക് നമ്മുടെ ഈ 16 വാർഡുകളിൽ എന്ത് വിഷയങ്ങൾ ഉണ്ടായാലും അതിനെ നമ്മൾ അതിൻ്റെതായ രീതിയിൽ ഇടപെടുകയും, പ്രത്യേകിച്ച് ഞാനൊരു ലേഡി പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ ഓരോ വിഷയങ്ങളിലും ഇടപെടാറുണ്ട്. പിന്നെ നമുക്കിപ്പോൾ ഒരു വനിതാ ഫിറ്റ്നസ് സെന്റർ പ്രോജക്റ്റ് ഇപ്പോൾ ടെൻഡറായി അതിന്റെ അത് ഏകദേശം 2 ആഴ്ചയ്ക്കുള്ളിൽ അത് നടത്തുന്ന സാഹചര്യത്തിലാണ് നിൽക്കുന്നത്. നമ്മുടെ ബഡ് സ്കൂൾ കേന്ദ്രീകരിച്ച് അതിന്റെ മുകളിലാണ് അത് സ്ഥാപിക്കാനായിട്ട് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും വിവിധ മേഖലകളിൽ ഇത്തരത്തിൽ മാതൃകാപരമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള വെല്ലുവിളികൾ, പ്രതിസന്ധികൾ ഗ്രാമപഞ്ചായത്തിന് നേരിടേണ്ടി വന്നിട്ടുണ്ടോ? തീർച്ചയായിട്ടും നമ്മൾ വനിതകൾ പ്രസിഡന്റായി വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അതിൻ്റെതായ ചില പ്രശ്നങ്ങൾ നമുക്ക് നേരിടേണ്ടി വരും. നമ്മൾ നമ്മുടേതായ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴും അത് അംഗീകരിക്കാൻ ചിലർക്കെങ്കിലും മനസ്സ് വരാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. എന്നാലും നമുക്ക് ഈ രീതിയിൽ ലീഡർഷിപ്പിൽ വന്നതുകൊണ്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നുണ്ട്. നമ്മുടെ സ്ത്രീകൾക്ക് വേണ്ടിയായാലും നമ്മളെ നാടിന് വേണ്ടിയായാലും സാധാരണക്കാർക്ക് വേണ്ടിയായാലും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നുണ്ടെന്നുള്ള ഒരു എന്താണ് പറയുന്ന ആത്മസംതൃപ്തി ഉണ്ട്. ഇനി 2-3 മാസമേ ഉള്ളൂ ഈ ഭരണസമിതിക്ക്. തീർച്ചയായിട്ടും എല്ലാ കാര്യങ്ങളും ഇടപെട്ട് നിൽക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ള വളരെ സന്തോഷം തീർച്ചയായിട്ടും ഉണ്ട്. തീർച്ചയായിട്ടും ഈ ലഹരി ഉപയോഗമൊക്കെ വർദ്ധിച്ചു വരുന്ന ഒരു കാലമാണ്. എങ്ങനെയാണ് ലഹരി വിരുദ്ധ പദ്ധതികളൊക്കെ എത്രത്തോളമാണ് ഗ്രാമപഞ്ചായത്ത് ആവിഷ്കരിച്ച് നടപ്പിലാക്കിയിട്ടുള്ളത്? തീർച്ചയായിട്ടും നമ്മുടെ എക്സൈസുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ഉദ്യോഗസ്ഥർ നമ്മുടെ ഭരണസമിതിയിൽ വരികയും അവരുമായി ചർച്ച ചെയ്ത് നമ്മുടെ ഓരോ വാർഡുകളിലും ഉണ്ടാവുന്ന വിഷയങ്ങൾ അവരെ അതാത് സമയങ്ങളിൽ അറിയിച്ചുകൊണ്ട് എവിടെയൊക്കെയാണ് ഇടപെടേണ്ടതെന്ന് അവർക്ക് നിർദ്ദേശം കൊടുത്തുകൊണ്ടും അവർ നല്ല രീതിയിൽ നമ്മളോട് സഹകരിക്കുന്നതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ വാർഡുകളിൽ വിവിധങ്ങളായ ക്യാമറകൾ നമുക്ക് ഈ ഭരണസമിതി വന്നതിന് ശേഷം സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതൊക്കെ നമുക്ക് കുറെ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് മാലിന്യ മുക്തം നവകേരളം എന്ന ക്യാമ്പയിനുമായിട്ട് ബന്ധപ്പെട്ടും അതേപോലെ ലഹരിക്കെതിരെയുള്ള കാര്യങ്ങൾക്ക് നമുക്ക് ആ ക്യാമറകൾ ഉപയോഗപ്പെടുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ അതിനുള്ള ക്യാമ്പയിൻ നമ്മൾ പഞ്ചായത്ത് തലത്തിൽ നടത്തുകയുണ്ടായി. എല്ലാ ജനങ്ങളെയും വിളിച്ചു കൂട്ടി നമ്മളിവിടെ ഒരു ഓഡിറ്റോറിയത്തിലാണ് അതിന്റെ ഉദ്ഘാടനം നടന്നത്. തീർച്ചയായിട്ടും മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് നമ്മളെ നാട്ടിലുള്ള ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ സ്കൂളുകൾ കേന്ദ്രീകരിച്ചായാലും മറ്റുള്ള ഇടങ്ങളിലായാലും അതിനെ നല്ല രീതിയിൽ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നുണ്ട്. തീർച്ചയായിട്ടും കാർഷിക മേഖലയിലും ആരോഗ്യ മേഖലയിലും സ്ത്രീ ശാക്തീകരണ രംഗത്തൊക്കെ നിരവധി വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് ചിറക്കര ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. വിദ്യാർത്ഥികൾക്കായിട്ടും വിവിധ പദ്ധതികൾ ഗ്രാമപഞ്ചായത്ത് ആവിഷ്കരിക്കുന്നുണ്ട്. വിദ്യാഭ്യാസ മേഖലയിലെ ഒരു ഇടപെടൽ എത്രത്തോളമാണ് ഗ്രാമപഞ്ചായത്തിനുള്ളത്? വിദ്യാഭ്യാസ മേഖലയിലും തീർച്ചയായിട്ടും നമ്മുടെ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് നല്ല രീതിയിൽ തന്നെ നമുക്ക് ഇടപെടാൻ കഴിയുന്നുണ്ട്. പിന്നെ പഞ്ചായത്തിന് സ്കൂളുകളുമായി ബന്ധപ്പെട്ട് ഫണ്ട് കൊടുക്കുന്നതിനൊക്കെ ചില പരിമിതികളുണ്ട്. ജില്ലാ പഞ്ചായത്താണ് അതിന്റെ ഫണ്ടുകളൊക്കെ സ്കൂളുകൾക്ക് കൈമാറുന്നത്. നമ്മുടെ 3-4 സ്കൂളുകളിൽ ഇപ്പം നമ്മുടെ കിഫ്ബി ഫണ്ട് പ്രകാരം കെട്ടിടങ്ങളുടെ നിർമ്മാണ പ്രവർത്തനം നടന്നു വരുന്നു. എല്ലാ സ്കൂളുകളുമായി കേന്ദ്രീകരിച്ച് നമ്മൾ നല്ല രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ ക്രമീകരിച്ച് പോകുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ സാധാരണക്കാരായ കുട്ടികൾ പഠിക്കുന്ന നമ്മുടെ സർക്കാർ സ്കൂളുകൾ ഇപ്പം നേരത്തെ പോലെ അല്ല. എല്ലാ സ്കൂളുകളും അതിൻ്റെതായ രീതിയിൽ വളരെ ഇപ്പൊ സർക്കാർ സ്കൂളുകളിൽ അഡ്മിഷൻ കിട്ടുന്നതിന് വേണ്ടിയാണ് നമ്മുടെ കുട്ടികളുടെ ഒരു തിരക്ക്. തീർച്ചയായിട്ടും നല്ല രീതിയിൽ നമ്മുടെ സ്കൂളുകളെല്ലാം പ്രവർത്തിച്ചു പോകുന്നു. അതിനോടൊപ്പം ഈ ഭരണസമിതിയും കൂടെയുണ്ട്. വീട് പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് കുടിവെള്ളം എന്ന് പറയുന്നത്. ജൽജീവൻ പദ്ധതിയൊക്കെ എത്രത്തോളമാണ് ഗ്രാമപഞ്ചായത്തിൽ പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്?
ജൽജീവൻ പദ്ധതി പ്രകാരം നമ്മളോട് ആവശ്യപ്പെട്ട എല്ലാവർക്കും തന്നെ നമ്മൾ സൗജന്യ കണക്ഷൻ കൊടുക്കുകയുണ്ടായി. ഇപ്പോൾ പുതിയതായിട്ട് വന്ന വീടുകൾക്കാണ് ആവശ്യമായി ഇപ്പോൾ നമ്മളെ സമീപിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മൾ വാട്ടർ അതോറിറ്റിയായിട്ട് ബന്ധപ്പെട്ട് പുതിയതായി ആവശ്യം ഉള്ള ആളുകളെ കണ്ടെത്തി അവർക്ക് കൊടുക്കുന്നതിനുള്ള കാര്യങ്ങൾ കൂടി ക്രമീകരിച്ചിട്ടുണ്ട്. നമ്മുടെ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വലിയ വെള്ള ലഭ്യത കുറവുള്ള ഒരു പഞ്ചായത്തല്ല. അപ്പൊ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, നല്ല രീതിയിൽ തന്നെ. പിന്നെ ഈ ജൽജീവൻ പദ്ധതിയൊക്കെ വന്നതുകൊണ്ട് തീർച്ചയായിട്ടും ആ രീതിയിലൂടെ നമ്മുടെ കാര്യങ്ങൾ ക്രമീകരിക്കാൻ നമുക്ക് ഈ ഭരണസമിതിയുടെ സമയത്ത് കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും മഴക്കാലമാണ്. പഞ്ചായത്തിൽ വെള്ളം കയറുന്ന മണ്ണിടിച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളൊക്കെ ഉണ്ടോ? ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഗ്രാമപഞ്ചായത്തിന്റെ ഒരു ഇടപെടൽ, ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയാണ് ഏകോപിപ്പിച്ച് നടപ്പിലാക്കുന്നത്? അങ്ങനെ വലുതായിട്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാറില്ല. അങ്ങനെ എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടായാൽ തീർച്ചയായിട്ടും നമ്മൾ അപ്പോഴേ അതിനുള്ള കാര്യങ്ങൾ ക്രമീകരിക്കും. അവരെ അവിടെ നിന്ന് മാറ്റുകയും നമ്മുടെ പകൽ വീട് അതിനുള്ള ഒരു ഇടമായിട്ട് അവരെ കൊണ്ടുവന്ന് താമസിപ്പിക്കുകയും അവരെ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചുകൊണ്ട് അതിൻ്റെ കാര്യങ്ങൾ മാറുന്ന സമയത്ത് അവരെ തിരികെ കൊണ്ടാക്കുന്ന രീതിയിലേക്കും പഞ്ചായത്ത് കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ വർഷം മഴക്കാലം നേരത്തെയാണ് എത്തിയത്. അതുകൊണ്ട് തന്നെ ഈ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? തീർച്ചയായിട്ടും നമ്മൾ PHSയുമായി ബന്ധപ്പെട്ട് നമ്മൾ മീറ്റിങ്ങുകൾ വിളിക്കുകയും അതിൻ്റെ വാർഡുകൾ ക്ലോറിനേഷൻ നടത്തുകയും അതേപോലെ ശുചീകരണ പ്രവർത്തനങ്ങൾ NRGSുമായി ബന്ധപ്പെട്ട് അവരെ കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട് എല്ലാ വാർഡുകളിലും ഏകദേശം നന്നായി തന്നെ ചെയ്യാനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കാര്യങ്ങളെല്ലാം നന്നായി നടക്കുന്നു. വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. വാർഡുകളിലെങ്ങും യാതൊരുവിധ പ്രശ്നങ്ങളും ഇതുവരെ നമുക്ക് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. തീർച്ചയായിട്ടും ആരോഗ്യ മേഖലയിൽ നിരവധി വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് നടപ്പിലാക്കി വരുന്നത്. ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ടതാണ്. പാലിയേറ്റീവ് പ്രവർത്തനമാണ് എത്രത്തോളമാണ് ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കുന്നത്? പാലിയേറ്റീവിന്റെ പ്രവർത്തനങ്ങൾ നമ്മുടെ PHSC വഴി നമുക്ക് ഒരു പാലിയേറ്റീവ് നഴ്സ് ഉണ്ട്. എല്ലാ മാസവും പാലിയേറ്റീവ് രോഗികളെ വിസിറ്റ് ചെയ്ത് അവരുടെ പോരായ്മകൾ കണ്ടെത്തിക്കൊണ്ട് അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ക്രമീകരിച്ച് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു. പാലിയേറ്റീവിന്റെ പ്രവർത്തനത്തിലൊക്കെ നമുക്ക് ഫണ്ടിന്റെ അപര്യാപ്തതയുണ്ട്. കാരണം തനത് വരുമാനം ഇല്ലാത്ത പഞ്ചായത്ത് ആയതുകൊണ്ട് ചില പോരായ്മകൾ നമുക്കുണ്ട്. നമ്മുടെ ഫണ്ടിൽ നിന്നുകൂടി എടുത്ത് ചിലവാക്കാൻ പറ്റിയാൽ തീർച്ചയായിട്ടും നമുക്ക് കുറേ കാര്യങ്ങൾ കൂടി ക്രമീകരിക്കാൻ കഴിയും. അങ്ങനെ പറ്റാത്തതാണ് നമ്മുടെ നിലവിലെ പഞ്ചായത്തിന്റെ സാഹചര്യം. അപ്പൊ തീർച്ചയായിട്ടും അതുകൊണ്ടാണ് നമ്മൾ ടൂറിസവുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മുടേതായ വരുമാനം ഉണ്ടാക്കുന്ന രീതിയിലേക്ക് ഈ ഭരണസമിതി അതിന്റെ പ്രവർത്തനങ്ങൾ ക്രോഡീകരിച്ചിരിക്കുന്നത്. അപ്പൊ വരും സമയങ്ങളിൽ വരുന്ന ഭരണസമിതിക്ക് തീർച്ചയായിട്ടും കുറച്ചുകൂടി കാര്യങ്ങൾ മുന്നോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കഴിയുന്നുള്ള പ്രതീക്ഷ നമുക്കുണ്ട്. തീർച്ചയായിട്ടും വിവിധ മേഖലകളിൽ നിരവധി വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് ചിറക്കര ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. ഇനിയുള്ള ഭാവി വികസന പദ്ധതികൾ എന്തൊക്കെയാണ്? ഇനിയുള്ള വികസന പദ്ധതികൾ എന്ന് പറയുന്നത് നമ്മൾ കൃഷിയുമായി ബന്ധപ്പെട്ട് വളരെ അനുകൂല സാഹചര്യമുള്ള ഒരു പഞ്ചായത്താണ്. അങ്ങനെ നമ്മൾ ഈ ഭരണസമിതി നമ്മുടെ കേന്ദ്ര സർക്കാരിലേക്ക് നമ്മുടെ MP വഴി ഒരു നിവേദനം സമർപ്പിക്കുകയുണ്ടായി. നമ്മുടെ പഞ്ചായത്തിന്റെ ഏലങ്ങളുടെ പ്രവർത്തനം ക്രോഡീകരിക്കുന്നതിന് വേണ്ടി തീർച്ചയായിട്ടും ഇന്ന് നമുക്കവിടെ കൃഷിഭവനിൽ ഒരു മീറ്റിംഗ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എത്രയും പെട്ടെന്ന് അതിന്റെ DPR തയ്യാറാക്കി കേന്ദ്ര സർക്കാരിലേക്ക് സമർപ്പിക്കാൻ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതുകൂടി നമുക്ക് ചെയ്ത് ഇറങ്ങാൻ പറ്റും. അങ്ങനെ DPR തയ്യാറാക്കുന്നതിനുള്ള കാര്യങ്ങളെല്ലാം ഇന്ന് നമ്മൾ മീറ്റിംഗിൽ കൂടി ക്രമീകരിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ ഫണ്ട് നമുക്ക് അനുവദിച്ച് കിട്ടുന്നതിന് വേണ്ടിയുള്ള DPR തയ്യാറാക്കി എത്രയും പെട്ടെന്ന് തന്നെ സമർപ്പിക്കുന്നതിനുള്ള ക്രമങ്ങൾ ഇന്ന് ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നിരവധി ഭാവി വികസന പദ്ധതികൾ തന്നെയാണ് ചിറക്കര ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. എത്രത്തോളമാണ് പൊതുജലാശയ സംരക്ഷണമൊക്കെ ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കാൻ കഴിഞ്ഞത്? പൊതുജലാശയങ്ങളെല്ലാം സംരക്ഷിക്കുന്ന രീതിയിൽ തന്നെയാണ് നമ്മുടെ പ്രവർത്തനം ക്രോഡീകരിച്ചിരിക്കുന്നത്. അതിനെ മലിനമാക്കുന്ന എന്തെങ്കിലും പ്രവർത്തനങ്ങൾ നമ്മുടെ പഞ്ചായത്ത് തലത്തിൽ നടന്നാൽ തീർച്ചയായിട്ടും നമ്മൾ അവിടെ ഇടപെടുകയും അവർക്ക് അതിൻ്റെതായ രീതിയിലുള്ള കാര്യങ്ങൾ അവരെ പറഞ്ഞു ബോധ്യപ്പെടുത്തുകയും ചെയ്യാൻ താല്പര്യം കാണിക്കാതെ വരുന്നവരെ അതിൻ്റെതായ രീതിയിൽ തന്നെ അവർക്ക് ശിക്ഷാ നടപടികൾ കൊടുത്തുകൊണ്ട് കാര്യങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. നമ്മുടെ തോടുകളായാലും കുളങ്ങളായാലും ഒക്കെ നാളത്തെ തലമുറയ്ക്ക് വേണ്ടി സംരക്ഷിക്കുന്ന രീതിയിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും നന്നായി തന്നെ നടന്നു പോകുന്നുണ്ട്. തീർച്ചയായിട്ടും നിരവധി നേട്ടങ്ങൾ കൈവരിച്ച ഗ്രാമപഞ്ചായത്താണ്. അതുപോലെ തന്നെ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കേരളോത്സവം പോലുള്ള സാംസ്കാരിക പരിപാടികളൊക്കെ ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കുന്നുണ്ട്. എങ്ങനെയാണ് ഇത്തരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള പരിപാടികളൊക്കെ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ആവിഷ്കരിക്കുന്നത്? ഈ കഴിഞ്ഞ ഭരണസമിതിയുടെ സമയത്ത് നമ്മുടെ കുട്ടികളുടെ കലോത്സവം, അതേപോലെ അംഗൻവാടി കുട്ടികളുടെ കലോത്സവം, അതേപോലെ തന്നെ കേരളോത്സവം തീർച്ചയായിട്ടും നമ്മുടെ യുവജനങ്ങളെ
തീർച്ചയായിട്ടും നമ്മളോടൊപ്പം ചേർത്ത് നിർത്തി അവരുടെ കലാപരവും കായികപരവുമായ കാര്യങ്ങളൊക്കെ മുൻതൂക്കം കൊടുത്തുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നുണ്ട്. വളരെ നല്ല രീതിയിൽ തന്നെയാണ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മൾ കേരളോത്സവം സംഘടിപ്പിച്ചത്. ഇപ്പോൾ നമുക്ക് ചിറക്കര നമ്മുടെ സ്കൂള് ഒരു സ്റ്റേഡിയം നമുക്ക് വന്നിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും വരും സമയങ്ങളിൽ നമ്മുടെ കേരളോത്സവമായിട്ട് ബന്ധപ്പെട്ടുള്ള മത്സരങ്ങളൊക്കെ നമുക്ക് അവിടെ വെച്ച് ക്രമീകരിക്കാൻ കഴിയും എന്നുള്ളൊരു കാര്യം കൂടി ഉണ്ട്. തീർച്ചയായിട്ടും നിരവധി കായിക താരങ്ങളൊക്കെ ഉള്ള ഒരു ഗ്രാമപഞ്ചായത്തായിരിക്കും ചിറക്കര ഗ്രാമപഞ്ചായത്ത് എന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് കളിസ്ഥലം എന്ന് പറയുന്ന ഒരു സൗകര്യം ഗ്രാമപഞ്ചായത്തിന് സ്വന്തമായി ഉണ്ടോ? പഞ്ചായത്തിന് സ്വന്തമായില്ല, നമ്മുടെ സ്കൂളിനാണ് കളിസ്ഥലം അനുവദിച്ച് കിട്ടിയത്. തീർച്ചയായിട്ടും പഞ്ചായത്തുമായി ചേർന്നുകൊണ്ട് ആ കളിസ്ഥലത്തെ നമ്മുടെ പഞ്ചായത്തിലെ കായികമായും ബന്ധപ്പെട്ട് നിൽക്കുന്നവർ കൂടി ഉപയോഗപ്പെടുത്തക്ക രീതിയിലുള്ള കാര്യങ്ങൾ സ്കൂളുമായി ചേർന്ന് ഞങ്ങൾ ആലോചിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും വയോജനങ്ങൾക്ക് ഭിന്നശേഷിക്കാർക്കും നിരവധി വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതോടൊപ്പം തന്നെ ഈ പിന്നോക്ക വിഭാഗക്കാർക്കായിട്ടുള്ള കുട്ടികൾക്കുള്ള ക്ഷേമ വികസന പ്രവർത്തനങ്ങൾ, അവർക്ക് വേണ്ടിയുള്ള പഠനോപകരണങ്ങളൊക്കെ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വിതരണം ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? തീർച്ചയായിട്ടും ലാപ്ടോപ്പ് നമ്മുടെ ഡിഗ്രി തലത്തിൽ പ്രൊഫഷണൽ കോഴ്സുകൾ ചെയ്യുന്ന കുട്ടികൾക്ക് ലാപ്ടോപ്പ് വിതരണം കഴിഞ്ഞ വർഷം ഞങ്ങൾ ചെയ്തു. അതേപോലെ തന്നെയാണ് സ്കോളർഷിപ്പ്, അതേപോലെ നമ്മുടെ താഴ്ന്ന ഇതിൽ വിഭാഗത്തിൽപ്പെട്ടവർക്കുള്ള പഠനോപകരണ വിതരണം, അങ്ങനെ വിവിധങ്ങളായ പദ്ധതികൾ നമ്മൾ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ വർഷവും നടപ്പിലാക്കി, ഈ വർഷവും ആ പദ്ധതികൾ നമ്മൾ വെച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അവരെ കൂടി നമ്മളോടൊപ്പം ചേർത്ത് നിർത്തുന്നതിനും അവരുടെ ഉന്നമനത്തിനും വേണ്ടിയുള്ള വിവിധങ്ങളായ പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് ഏറ്റെടുത്ത് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഇത്തരത്തിൽ വിവിധ തരത്തിലുള്ള പദ്ധതികൾ നടപ്പിലാക്കുമ്പോൾ ജനങ്ങളുടെ ഭാഗത്തുനിന്നുള്ള ഒരു പ്രതികരണം എത്രത്തോളമാണ്? തീർച്ചയായിട്ടും നമുക്ക് ഓരോ ഇടങ്ങളിൽ ചെല്ലുമ്പോഴും, പ്രത്യേകിച്ച് സാധാരണക്കാരുടെ അടുത്ത് ചെല്ലുമ്പോൾ നമ്മളോടുള്ള അവരുടെ സ്നേഹം അത് തീർച്ചയായിട്ടും വളരെ നമുക്ക് വീണ്ടും ഈ തലങ്ങളിലേക്ക് വന്ന് പ്രവർത്തിക്കാനുള്ള ഒരു ഊർജമാണ് തരുന്നത്. തീർച്ചയായിട്ടും വരും സമയങ്ങളിലും നമ്മുടെ പഞ്ചായത്തിന്റെ ഭരണ സംവിധാനവുമായി ബന്ധപ്പെട്ട് നിൽക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ കാര്യങ്ങളുമായി മുന്നോട്ട് പോകും എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. തീർച്ചയായിട്ടും ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് പാലിയേറ്റീവ് പ്രവർത്തനങ്ങളൊക്കെ മികച്ച രീതിയിൽ നടപ്പിലാക്കുന്ന ഒരു ഗ്രാമപഞ്ചായത്താണ് ചിറക്കര ഗ്രാമപഞ്ചായത്ത്. ഈ മെഡിക്കൽ ക്യാമ്പുകളടക്കം ഈ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും നമ്മൾ ഓരോ സമയങ്ങളിലും നമ്മുടെ ആയുർവേദ ഹോസ്പിറ്റലായാലും അതേപോലെ നമ്മുടെ ഹോമിയോ ആയാലും നമ്മുടെ PHC വഴിയായാലും വിവിധങ്ങളായ ക്യാമ്പുകൾ നമ്മുടെ വാർഡുകളിൽ ക്രമീകരിച്ചുകൊണ്ട് അതിന്റെ പ്രവർത്തനങ്ങളെല്ലാം നന്നായിട്ട് തന്നെ കൊണ്ടുപോകുന്നു. നമുക്ക് നമ്മുടെ പഞ്ചായത്തിന് എല്ലാ സ്ഥാപനങ്ങൾക്കും നമുക്ക് കെട്ടിടങ്ങളുണ്ട്. അതിന്റെ പ്രവർത്തനങ്ങൾ ഹോമിയോ ആയാലും ആയുർവേദ ഹോസ്പിറ്റൽ ആയാലും നമ്മുടെ PHC ആയാലും സബ് സെന്ററുകളായാലും എല്ലാം നന്നായി തന്നെ പ്രവർത്തിച്ചു പോകുന്നുണ്ട്. തീർച്ചയായിട്ടും നിരവധി പേർക്ക് തൊഴിലവസരങ്ങൾ നൽകുന്ന ഒരു പദ്ധതിയാണ് തൊഴിലുറപ്പ് പദ്ധതി. എങ്ങനെയാണ് ഗ്രാമപഞ്ചായത്തിൽ ചിറക്കര ഗ്രാമപഞ്ചായത്തിൽ തൊഴിലുറപ്പ് പദ്ധതി എത്രത്തോളമാണ് നടപ്പിലാക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് ഈ ഭരണസമിതി വന്നതിന് ശേഷം അവരെ വിളിച്ചു ചേർത്തുകൊണ്ട് അവരുടെ മേറ്റുമാരെയൊക്കെ വിളിച്ചു ചേർത്തുകൊണ്ട് നമ്മൾ സമയബന്ധിതമായി മീറ്റിങ്ങുകൾ കൂടുകയും അവർക്ക് കൂടി വരുമാനം ഉണ്ടാക്കുന്ന രീതിയിൽ വസ്തുക്കളെ ഏറ്റെടുത്ത് കൃഷി ചെയ്യുകയും JLG ഗ്രൂപ്പുകൾ വഴി കൃഷി ചെയ്യാൻ അവരെ പ്രേരിപ്പിക്കുകയും അതിൽ നിന്നുള്ള വരുമാനം അവർക്ക് കൂടി കണ്ടെത്തക്ക രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ക്രമീകരിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇന്ന് വിവിധങ്ങളായ വാർഡുകളിൽ അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നടന്നു പോകുന്നു. അതൊക്കെ ചെന്ന് കാണുമ്പോഴും അതിന്റെ കാര്യങ്ങൾ ക്രമീകരിക്കാൻ കഴിയുമ്പോഴും നമുക്ക് തീർച്ചയായിട്ടും അഭിമാനമാണ്. പ്രത്യേകിച്ച് നമ്മുടെ സ്ത്രീകൾ അവരെ ചേർത്ത് നിർത്താൻ കഴിയുന്നു എന്നുള്ളതിലുള്ള സന്തോഷം വളരെ അധികമാണ്. തീർച്ചയായിട്ടും കാർഷിക മേഖലയാണ്, ക്ഷീര കർഷകർ കൂടുതലുള്ള ഒരു ഗ്രാമപഞ്ചായത്താണ്. കാർഷിക മേഖലയ്ക്കും പ്രത്യേകം ഊന്നൽ നൽകുന്ന വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് പഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നതെന്ന് നേരത്തെ സൂചിപ്പിച്ചു. ഈ കർഷക ദിനത്തിൽ കർഷകരെ ആദരിക്കുന്ന പരിപാടികളടക്കം ഗ്രാമപഞ്ചായത്ത് നേതൃത്വത്തിൽ നടത്തുന്നുണ്ടോ? തീർച്ചയായിട്ടും നമുക്കിപ്പം കഴിഞ്ഞ ആഴ്ചയായിരുന്നു ഞാറ്റുവേല ചന്ത നമ്മുടെ പഞ്ചായത്ത് ഓഫീസിലാണ് സംഘടിപ്പിച്ചത്. ഞങ്ങൾ പ്രതീക്ഷിച്ചതിലപ്പുറം കർഷകർ വരികയും അവിടെ കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം നിമിഷങ്ങൾക്കകം വിറ്റഴിച്ചു പോവുകയും വീണ്ടും കർഷകർ തന്നെ സാധനങ്ങൾ കൊണ്ടുവന്ന് അത് നമ്മുടെ നാട്ടുകാർ വാങ്ങി കൊണ്ടുപോകുന്ന ആ ഒരു സന്തോഷം, തീർച്ചയായിട്ടും അതിലൊക്കെ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ നാട്ടുകാർ നമ്മുടെ കൃഷിയെ എത്രത്തോളം സ്നേഹിക്കുന്നു എന്ന് നമുക്കറിയാൻ കഴിഞ്ഞു. കർഷക ദിനം വളരെ ഗംഭീരമായി തന്നെ നമ്മൾ ആഘോഷിക്കാറുണ്ട്. ഈ വർഷത്തെ കർഷക ദിനവും നമ്മൾ നല്ല രീതിയിൽ ആഘോഷിക്കാൻ വേണ്ടി നമ്മൾ അടുത്ത ആഴ്ച മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. നമ്മുടെ കർഷകരെ ആദരിക്കുന്ന ചടങ്ങും കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ ഞങ്ങൾ അഭിമാനത്തോടു കൂടി ചെയ്യുന്നുണ്ട്.
തീർച്ചയായിട്ടും നേരത്തെ സൂചിപ്പിച്ചു മാലിന്യമുക്ത പഞ്ചായത്താണ്. എത്രത്തോളമാണ് കുട്ടികളെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഇത്തരത്തിലുള്ള മാലിന്യ സംസ്കരണ രംഗത്തെ പ്രവർത്തനങ്ങൾ ഹരിതസഭ പോലുള്ളവ സംഘടിപ്പിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഹരിതസഭ നമുക്ക് സംഘടിപ്പിക്കാൻ കഴിഞ്ഞു. അതേപോലെ നമ്മുടെ കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട് പാലസഭകൾ എല്ലാ വാർഡുകളിലും പ്രവർത്തിക്കുന്നു. അപ്പൊ അതിൻ്റെതായ നേതൃത്വം കൊടുക്കുന്നവർ അവരെ കൂടി നമ്മുടെ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് അവരെ കൂടെ ചേർത്ത് നിർത്തി അതിന്റെ കാര്യങ്ങൾ ക്രമീകരിച്ചു പോകണം. പിന്നെ സ്കൂളുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മുടെ സ്കൂൾ കുട്ടികളെ കൂടെ ചേർത്ത് നിർത്തി കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയുന്നുണ്ട്. തീർച്ചയായിട്ടും സ്ത്രീ ശാക്തീകരണ രംഗത്തടക്കം നിരവധി വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് കുടുംബശ്രീ പോലുള്ളവ ഉൾപ്പെടുത്തിക്കൊണ്ട് ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കുന്നത്. സ്ത്രീകൾക്ക് വേണ്ടിയുള്ള സംരംഭങ്ങൾ, തൊഴിൽ വായ്പാ സൗകര്യങ്ങളൊക്കെ എത്രത്തോളമാണ് ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കുന്നത്? നമുക്കിപ്പം നമ്മുടെ പഞ്ചായത്ത് കേന്ദ്രീകരിച്ച് നമുക്കൊരു ഇന്ത്യൻ പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ തൊഴിൽ സംരംഭങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ വന്ന് കണ്ടുകൊണ്ട് സംരംഭങ്ങൾ തുടങ്ങുന്നതിനും അതിന് എന്തൊക്കെയാണ് അതിന്റെ കാര്യങ്ങൾ ചെയ്യേണ്ടതെന്നും ഒക്കെ പറഞ്ഞു കൊടുക്കാനായിട്ട് ഒരു ഇന്ത്യൻ പഞ്ചായത്ത് ഓഫീസിൽ ഉണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ഈ 4.5 വർഷക്കാലമായിട്ട് ഒരുപാട് സംരംഭങ്ങൾ നമ്മുടെ പഞ്ചായത്ത് കേന്ദ്രീകരിച്ച് തുടങ്ങുന്നതിനും അവരെ ആ കാര്യങ്ങൾ ക്രമീകരിച്ച് മുന്നോട്ട് പോകുന്നതിനുമുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നതിനും തീർച്ചയായിട്ടും ഈ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഒരുപാട് സംരംഭക പ്രവർത്തകരെ മുന്നോട്ട് കൊണ്ടുവരുന്നതിനും ഈ ഭരണസമിതിയുടെ സമയത്ത് നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും വിവിധ മേഖലകളിൽ നിരവധി മാതൃകാപരമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് ചിറക്കര ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. കൊല്ലം ജില്ലയിലെ ചിറക്കര ഗ്രാമപഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളാണ് പ്രസിഡന്റ് സജില TR പങ്കുവച്ചത്. എല്ലാ ഭാവി വികസന പ്രവർത്തനങ്ങളും യാഥാർത്ഥ്യമാകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി ശ്രീമതി സജില. എന്റെ പഞ്ചായത്തിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. കൂടുതൽ പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളുമായി തിരിച്ചെത്താം. നമസ്കാരം.